സമാധാന ചർച്ചകൾ സങ്കീർണമാക്കി വീണ്ടും ഇറാൻ ആക്രമണം ശക്തമായിരിക്കുകയാണ്. ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു കഴിഞ്ഞു. എവിടെയുള്ള വ്യോമത്താവളമാണ് ആക്രമിച്ചതെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. തങ്ങൾക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടി നൽകുമെന്നും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ ഇറാനെ ആക്രമിച്ചിരുന്നു. ബന്ദർ അബ്ബാസിന് സമീപമാണ് ആക്രമണമുണ്ടായത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ ഇറാന്റെ 4 ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. 5ാമത്തെ ഡ്രോൺ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും അതിശക്തമായ സൈനിക ഏറ്റുമുട്ടലാണ് തുടരുന്നത്. അമേരിക്കയുമായി ബന്ധമുള്ള ഒരു വാണിജ്യ കപ്പലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ കൂട്ടത്തോടെയുള്ള ആത്മഹത്യാ ഡ്രോൺ ആക്രമണമാണ് പുതിയ യുദ്ധ സാഹചര്യത്തിന് വഴി തുറന്നിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ അതിശക്തമായ ആകാശ ആക്രമണങ്ങളിലൂടെ അമേരിക്കയെ ഇറാൻ വിറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മിലിറ്ററി വൃത്തങ്ങൾ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഹോർമൂസ് കടലിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ബന്ധമുള്ള വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ ഒന്നിനു പുറകെ ഒന്നായി മാരകശേഷിയുള്ള ആത്മഹത്യാ ഡ്രോണുകൾ തൊടുത്തുവിടുകയായിരുന്നു. മേഖലയിലെ സമുദ്ര സുരക്ഷയ്ക്കും കപ്പൽ ഗതാഗതത്തിനും കടുത്ത ഭീഷണി ഉയർത്തിയ ഈ നീക്കത്തെ തുടർന്നാണ് സെൻട്രൽ കമാൻഡ് ഉടനടി പ്രതിരോധ നടപടിയിലേക്ക് കടന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഇറാന്റെ 4 ഡ്രോണുകൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായാണ് പെന്റഗൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ കേവലം ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല അമേരിക്കയുടെ സൈനിക നടപടി. ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തെക്കൻ ഇറാന്റെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ ഇറാന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ ലക്ഷ്യമിട്ട് ഫോഴ്സ് ശക്തമായ വ്യോമാക്രമണവും നടത്തുകയുണ്ടായി. കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ബന്ദർ അബ്ബാസിലെ പ്രധാന കൺട്രോൾ സ്റ്റേഷൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബെറിഞ്ഞ് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. 5ാമതൊരു ഡ്രോൺ കൂടി കപ്പലിന് നേരെ തൊടുത്തുവിടാൻ ഇറാൻ സൈന്യം തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ പ്രത്യാക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപമുള്ള ഈ സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ കനത്ത ആക്രമണത്തിലാണ് നഗരത്തിന്റെ കിഴക്കൻ മേഖലയിൽ പുലർച്ചെ വലിയ പ്രകമ്പനത്തോടെ 3 വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ഫാർസ് ന്യൂസ് ഏജൻസിയും സമ്മതിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തെ തുടർന്ന് ബന്ദർ അബ്ബാസിലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിനിറ്റുകളോളം സജീവമായെങ്കിലും ആക്രമണത്തെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് അമേരിക്ക നടത്തിയ ഈ വ്യോമാക്രമണം വലിയ പരമാധികാര ലംഘനമായാണ് ഇറാൻ കാണുന്നത്. തങ്ങൾ നടത്തിയ ഈ വ്യോമാക്രമണങ്ങൾ തികച്ചും പരിമിതവും പൂർണ്ണമായും പ്രതിരോധാത്മകവും ആയിരുന്നു എന്നാണ് അമേരിക്കൻ മിലിറ്ററി വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ കൂടുതൽ ലംഘിക്കപ്പെടാതെ സംരക്ഷിക്കാനും തങ്ങളുടെ സൈനികർക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുള്ള ഭീഷണി ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചതെന്ന് ഉദ്യോഗസ്ഥർ വാഷിംഗ്ടൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതൊരു മുന്നറിയിപ്പാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടുത്ത പ്രതികാര നടപടിയുമായി രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബന്ദർ അബ്ബാസിലെ തങ്ങളുടെ സൈനിക കേന്ദ്രം തകർത്തതിന് പകരമായി കുവൈറ്റിലെ അമേരിക്കൻ എയർബേസിന് നേരെ പുലർച്ചെ 4:50 IRGC തിരിച്ചടി നടത്തിയതായി ഇറാന്റെ അർദ്ധ ഔദ്യോഗിക മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശത്രുവിന്റെ ഏതൊരു ആക്രമണവും വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പാണ് തങ്ങൾ നൽകുന്നതെന്ന് ഇറാൻ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായി തകിടം മറിക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ വൻതോതിൽ നികുതി ചുമത്തുന്നതിനെതിരെയും കടൽ മൈനുകൾ നിക്ഷേപിക്കുന്നതിനെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ നാവിക സേന ഹോർമൂസിൽ നേരിട്ടിറങ്ങിയത്. ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത് അന്താരാഷ്ട്ര വിപണിയിലും കനത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ലോകത്തിലെ 3 ക്രൂഡ് ഓയിലുകളും കടന്നുപോകുന്ന ഈ സമുദ്രപാതയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പതിവാകുന്നത് എണ്ണവില കുതിച്ചുയരാൻ ഇടയാകും. കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇനിയും നീങ്ങുമെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് മുന്നോടിയായാണ് കുവൈറ്റിലെ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നത്.